സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ വമ്പൻ തട്ടിപ്പ്. 1458 സർക്കാർ ജീവനക്കാർ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തൽ. ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. പെൻഷൻ കൈപ്പറ്റുന്നതിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കം ഉണ്ട്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരും. ടിൻഡു, ആദ്യം വാർത്തയുടെ വിശദാംശങ്ങൾ. കൃഷ്ണരാജ്, സംസ്ഥാനത്ത് ഏതാണ്ട് 60 ലക്ഷത്തോളം പേരാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പുറത്തു വന്നിരിക്കുന്ന വാർത്ത 1458 സർക്കാർ ഉദ്യോഗസ്ഥരാണ് അനധികൃതമായിട്ട് ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതെന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇത്തരത്തിൽ അനധികൃതമായി കൈപ്പറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥരുള്ളത് ആരോഗ്യ വകുപ്പിലാണെന്നും പറയുന്നു. 378 പേരാണ് ആരോഗ്യ വകുപ്പിൽ നിന്നും മാത്രം ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായിട്ട് കൈപ്പറ്റുന്നത്. അതോടൊപ്പം തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും 273 പേര് ഈ പെൻഷൻ ഇത്തരത്തിൽ കൈപ്പറ്റുന്നുണ്ട്. പിന്നീട് വന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗ വികസന മേഖലയിൽ നിന്നുമാണ്. അവിടുന്ന് ഏതാണ്ട് 73 പേര് ഇത്തരത്തിൽ പെൻഷൻ കൈപ്പറ്റുന്നപ്പോൾ വ്യാപകമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ അനധികൃതമായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ സർക്കാർ ജീവനക്കാർ കൈപ്പറ്റുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്കറിയാം, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനാണ് ഏറ്റവും കൂടുതൽ തുക ചിലവാകുന്നതെന്നാണ് സർക്കാരിന്റെ വാദം. അതോടൊപ്പം തന്നെ ഈ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഏതാണ്ട് 700 കോടിയാണ് സംസ്ഥാന സർക്കാർ മാസം ഇത്തരത്തിൽ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യാനായിട്ട് മാത്രം പുറത്തുനിന്നും കടമെടുക്കുന്നത്. ഇതാണ് ഇത്തരത്തിൽ ജീവനക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ അനധികൃതമായിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നതെന്നാണ് കണ്ടെത്തിയത്. കേരള ഇൻഫർമേഷൻ മിഷൻ നടത്തിയ പരിശോധനയിലാണ് ഇത് ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതുവരെ ഇത്തരത്തിൽ എത്ര മാസം വരെ ഈ തുക ഇത്തരത്തിൽ അനധികൃതമായി കൈപ്പറ്റിയിട്ടുണ്ട്, ആ തുക പലിശ സഹിതം ഈടാക്കണമെന്ന ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവരുടെ പേര് വിവരങ്ങളും അതോടൊപ്പം തന്നെ ഇവരുടെ ഇവർ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ സഹിതമാണ് ഇപ്പോൾ രേഖകൾ സഹിതമാണ് പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടത് സർക്കാരിന്റെ സമയത്ത് എന്ത് തട്ടിപ്പും നടക്കുമെന്നുള്ളൊരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇവർ എത്ര കാലം എത്ര മാസം ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് അറിയേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ക്രിമിനൽ കുറ്റമാണ് കുറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്. സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഒരുപക്ഷെ അർഹർക്ക് കിട്ടേണ്ട പണം ഇത്തരത്തിൽ അനധികൃതമായിട്ട് ഈ സർക്കാർ ജോലിയുള്ളവർ സർക്കാർ ഉദ്യോഗസ്ഥർ വാങ്ങിക്കൊണ്ട് പോകുന്നു എന്നൊരു വാർത്ത തന്നെയാണ് ഇത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വലിയ രീതിയിലുള്ള കൃത്യവിലോപം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പക്കൽ ഈ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അർഹതപ്പെട്ടവർക്ക് കൊടുക്കേണ്ട കണക്കുകളില്ലേ എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ചോദിക്കാൻ കഴിയുന്നത്. കാരണം മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടാണ് പെൻഷൻ അർഹരായവരെ കണ്ടെത്തുന്നത്. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ വരുന്ന വിധവ അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർ അതോടൊപ്പം തന്നെ മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടവർ ഇവർക്കൊക്കെ മാസം അല്ലെങ്കിൽ വർഷം അവരുടെ മസ്റ്ററിംഗ് നടത്തിക്കൊണ്ട് അവരുടെ യോഗ്യത കണക്കാക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ കണ്ടെത്തിക്കൊണ്ടാണ് ഈ സുരക്ഷാ പെൻഷനുകൾ ലഭ്യമാക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 1458 പേരും കൊടുത്തിട്ടുള്ള സർക്കാരിൽ കൊടുത്തിട്ടുള്ള രേഖകൾ എല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതെന്ന് വേണം മനസ്സിലാക്കണം. അപ്പോൾ കാലങ്ങൾ ഇത്രയുമായിട്ടും ഇത്തരത്തിൽ തെറ്റായ രേഖകൾ കൊടുത്തുകൊണ്ട് തെറ്റായ വിവരങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു പറ്റിക്കൽ നയമാണ് ഇവിടെ നടന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. സംസ്ഥാന വ്യാപകമായിട്ടുള്ള കണക്കുകൾ എന്നാണ് ഇപ്പോൾ ധനവകുപ്പ് അവകാശപ്പെടുന്നത്. ഈ പട്ടികയിൽ ഏറെ രസകരമായ കാര്യം, ഈ പട്ടികയിൽ ഗസറ്റഡ് ഓഫീസേഴ്സ് ഉണ്ട്, കോളേജ് പ്രൊഫസർമാരുണ്ട്. വലിയ തുക മാസാമാസം ശമ്പളമായി വാങ്ങുന്നവരാണ് ഈ സാധാരണക്കാർക്ക് അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട തുക ഇങ്ങനെ പെൻഷൻ ഇനത്തിൽ വാങ്ങുന്നതെന്ന ഗതികേട്. തീർച്ചയായിട്ടും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളത് ആദ്യം തന്നെ സൂചിപ്പിക്കേണ്ടതായിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ തുക കൈപ്പറ്റുന്ന ഗസറ്റഡ് ഓഫീസർമാർ പോലും ഇത്തരത്തിൽ ഈ ഏറ്റവും തുച്ഛമായിട്ടുള്ള പക്ഷേ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുമ്പോൾ 2000 രൂപയ്ക്ക് അകത്തായിരിക്കാൻ ലഭിക്കുന്നത്. ഈ തുകയാണ് ഇത്തരത്തിൽ ഈ ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ വരെ കൈപ്പറ്റുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഷെഡ്യൂൾഡ് ട്രൈബൽ വിഭാഗത്തിൽ നിന്നും ലോക്കൽ സെൽഫ് ഗവൺമെന്റ് വിഭാഗത്തിൽ നിന്നുമൊക്കെ ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ
ഉദ്യോഗസ്ഥർ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും അതോടൊപ്പം തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വിഭാഗത്തിൽ നിന്നുമൊക്കെ ഇത്തരത്തിൽ ഈ ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റാനുണ്ട് എന്നത് ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നാണം കൊട്ട ഒരു വിഷയം തന്നെയാണ്. നമുക്ക് സെക്രട്ടേറിയറ്റ് NGO സംഘിന്റെ പ്രതിനിധി അജയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജയൻ, എന്താണ് ഈ കേൾക്കുന്നത്? പെൻഷൻ വാങ്ങുന്നവരുടെ കൂട്ടത്തിൽ ഗസറ്റഡ് ഓഫീസേഴ്സ്, കോളേജ് പ്രൊഫസർമാർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ഈ കേരളത്തിൽ എന്തും നടക്കുമെന്നാണോ? ഇവിടെ ഒരു ഭരണകൂടമില്ലെന്നാണോ? വളരെ വേദനിപ്പിക്കുന്നതും അത്ഭുതമുണ്ടാക്കുന്നതുമായ വാർത്തയാണ് ഈ കേൾക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുമെന്ന് കേൾക്കുന്നത് തന്നെ അതിശയകരമായ കാര്യമാണ്. അങ്ങനെ ഒരു സംവിധാനം ഒരിക്കലും കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ലഭിക്കുന്നതാണ് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത് ഒന്നാമത്തെ കാര്യം. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ടത് അന്വേഷിക്കേണ്ടത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്ന ആൾക്കാരെല്ലാം അർഹതപ്പെട്ടവർ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ പരിശോധിച്ച് ഇതിന്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഒന്നുകൂടി സർക്കാർ പരിശോധിക്കുകയും യഥാർത്ഥപ്പെട്ട ആൾക്കാർക്കാണോ ഈ പെൻഷൻ ആനുകൂല്യം കിട്ടുന്നതെന്ന് സർക്കാർ ചിന്തിക്കേണ്ട ഒരു സമയം കൂടെ ആയെന്നാണ് എനിക്ക് ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്. ശ്രീ അജയൻ, അതായത് ഈ സർക്കാരിനെ ആർക്കും ഭയമില്ലെന്ന് നമ്മൾ കരുതണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർക്കാർ ഇവിടെ ഭരിക്കുന്നില്ല, ആർക്കും എന്തും ചെയ്യാം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ സാധാരണക്കാർക്ക് പോലും പെൻഷൻ കൃത്യസമയത്ത് എത്തിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ലക്ഷം ശമ്പളം വാങ്ങുന്നവർ ഈ തുക മാസാമാസം കൈപ്പറ്റുന്നത് എന്നോർക്കണം. ഇവർക്കെതിരെ ഇപ്പോൾ പലിശ സഹിതം ഈ തുക തിരിച്ചു പിടിക്കും എന്നാണ് ധനവകുപ്പ് പറയുന്നത്. അത് മതിയോ? ക്രിമിനൽ കുറ്റമല്ലേ ഇത്? ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് ജീവിക്കാനുള്ള യാതൊരു നിവൃത്തിയും ഇല്ലാത്ത ആൾക്കാർക്ക് നൽകുന്ന ഒരു സമാശ്വാസമായിട്ട് സർക്കാർ കൊടുക്കുന്ന ഒരു ആശ്വാസധനമാണ്. അങ്ങനെ ഒരു ആശ്വാസധനം നമ്മൾ വാങ്ങേണ്ട ആൾക്കാരല്ല സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും സർക്കാർ ജീവനക്കാരിൽ നിന്ന് അത്തരം ഒരു ആനുകൂല്യം ഇവർ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് നിയമപരമായ നടപടികൾ അവരെ പങ്കെടുപ്പിക്കണം. അവർക്ക് നിയമപരമായി കിട്ടുന്ന എല്ലാ ശിക്ഷയും അവർക്ക് ലഭ്യമാക്കണം. അവരുടെ ശക്തമായ വിശദീകരണം ചോദിച്ചുകൊണ്ട് അച്ചടക്ക നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യണം. അത് യാതൊരു സംശയമില്ലാത്ത കാര്യം. ഒരിക്കലും ഒരു സംഘടനകളും ആരും അംഗീകരിക്കാത്ത കാര്യമാണ്. പിന്നെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സർക്കാരിന്റെ ചില സഹകരണ ചില വാർഡുകളിലേക്കുള്ള വ്യക്തികളൊക്കെ ചെന്നിട്ട് അർഹതയില്ലെങ്കിലും ഒക്കെ അവർക്ക് വോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് പല അനർഹരായ ആൾക്കാരെയും ഇതുപോലെ സാമൂഹ്യ സുരക്ഷയിൽ ചേർക്കുന്ന ഒരു സംവിധാനമുണ്ട്. തദ്ദേശ സ്വയംഭരണ ഇലക്ഷനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അവരെ പല ആൾക്കാർക്ക് വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി അർഹതയില്ലാത്ത ആൾക്കാർക്ക് പോലും ഇതുങ്ങൾ ആനുകൂല്യം വാങ്ങിച്ചു കൊടുത്തിട്ട് ചില രാഷ്ട്രീയ ഗൂഢാലോചന തന്നെയാണ്. ചില രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇത്തരമുള്ള കാര്യങ്ങൾക്ക് കൂട്ടുന്നത്. ഒരിക്കലും സർക്കാർ ജീവനക്കാരൻ തയ്യാറെടുത്തുകൊണ്ട് ഒരിക്കലും സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടി പോവില്ല. ശരി ശ്രീ അജയൻ, ഒരു സംശയം ചോദിച്ചോട്ടെ, അങ്ങ് ഈ പട്ടിക കണ്ടോ? ഇല്ല. പട്ടിക കാണുമ്പോൾ അങ്ങേക്ക് ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാനാകും ഈ വാങ്ങുന്നവരുടെ രാഷ്ട്രീയം. അത് ചിലപ്പോൾ ശരിയാവാം. വാങ്ങുന്നവർക്ക് എന്തായാലും ഒരു രാഷ്ട്രീയമേ ഉണ്ടാകത്തുള്ളൂ, അത് ഉറപ്പാണ്. യെസ്, അജയൻ സെക്രട്ടേറിയറ്റ് NGO സംഘിൻ്റെ പ്രതിനിധിയാണ് നമ്മളോട് പ്രതികരിച്ചത്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അക്കം 1458 ഉള്ളൂ എങ്കിൽ പോലും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ 224 പേർ, ആരോഗ്യ വകുപ്പിലെ നിരവധി പേർ, ഗസറ്റഡ് ഓഫീസേഴ്സ്, കോളേജ് പ്രൊഫസർമാർ, അങ്ങനെ ഉന്നത പദവികളിലിരിക്കുന്നവർ പോലും സാമൂഹ്യനീതി സുരക്ഷാ പെൻഷൻ വാങ്ങുന്നു എന്ന അവസ്ഥയാണ് കേരളത്തിൽ എന്ന് ഓർമ്മിപ്പിക്കുന്ന വലിയൊരു വാർത്തയാണിത്. വീണ്ടും ടിൻഡുവിലേക്ക് പോകാം. ടിൻഡു പറഞ്ഞു വന്നത് തുടരൂ. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവരുടെ സംഖ്യ 1458. ഒരുപക്ഷെ ഇത് സർക്കാർ തലത്തിൽ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ സർക്കാർ ചിന്തിക്കുമ്പോൾ ഇത് ധനവകുപ്പ് മന്ത്രിയാണെങ്കിൽ പോലും ഇത് വളരെ ചെറിയ സംഖ്യയായിട്ട് പറഞ്ഞു എന്ന് പറയാം. പക്ഷേ നമുക്കതൊരു താഴത്തെ തട്ടിലേക്ക് പരിശോധിക്കുമ്പോൾ 1458 എന്ന് പറയുന്നത് ചെറിയ സംഖ്യ അല്ല. അതൊരു ഏറ്റവും കുറഞ്ഞ തുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വഴി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുറഞ്ഞ തുക പോലും
ഈ 1458 പേർക്ക് മാസം കൊടുക്കുന്ന സമയത്ത് അത് വലിയ തുക, അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സർക്കാർ ഖജനാവിൽ അത് പക്ഷേ ഈ അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട തുക എന്ന് സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ തുക തന്നെയാണ്. ഈ തുകയാണ് ഇത്രയും കാലം സർക്കാരിന്റെ കണ്ണിൽപ്പെടാതെ, ഒരു പക്ഷേ സർക്കാരിന്റെ കണ്ണിൽപ്പെടാതെ നമുക്ക് പറയാൻ സാധില്ല, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കണ്ണിൽപ്പെടാതെ ഈ തുകയാണ് ഇത്രയും കാലം ഈ അർഹരല്ലാത്ത അനർഹരായിട്ടുള്ള ഈ ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എടുത്ത് കൊണ്ടുപോയത് എന്ന് വേണം പറയാനായിട്ടുള്ളത്. ഈ ചെറിയ തുക അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ചെറിയ തുക എന്ന് നമ്മൾ ആശ്വസിക്കുമ്പോൾ പോലും അത് അർഹതപ്പെട്ടവർക്ക് ലഭിക്കുകയാണെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രയോജനമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ എന്തുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ആ തുക കിട്ടിയില്ല എന്ന് പറയുന്നത്. നമുക്ക് ഈ തുകകൾ ലഭ്യമാകുന്ന ആളുകളുടെ വീട്ടിലെ അല്ലെങ്കിൽ ആളുകളോട് നേരിട്ട് സംസാരിച്ചാൽ മനസ്സിലാകും നമ്മുടെ സമൂഹം എത്രയും അല്ലെങ്കിൽ എത്രത്തോളം മോശമായിട്ടുള്ള സാമൂഹ്യ അല്ലെങ്കിൽ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ ഈ തുകയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും കേരളത്തിൽ ഉണ്ട് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അവിടെയാണ് ഫെറ്റോ സംഘടനയുടെ പ്രതിനിധി ഗോപൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഗോപൻ, വാർത്ത കേട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം, സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ വൻ തട്ടിപ്പ്. 1458 സർക്കാർ ജീവനക്കാർ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നു. അക്കൂട്ടത്തിൽ ഗസറ്റഡ് ഓഫീസേഴ്സും വിദ്യാഭ്യാസ വകുപ്പിലെ ആൾക്കാരും കോളേജ് പ്രൊഫസർമാരും അടക്കമുണ്ട്. ഇത് ധനവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത് എന്നതാണ് ശ്രദ്ധേയം. ശ്രീ ഗോപൻ, എന്താണ് പ്രതികരണം? ഇതില് സ്വാഭാവികമായിട്ടും സർക്കാർ ജീവനക്കാർക്ക് സർവീസ് പെൻഷൻ കിട്ടുന്ന ആളുകള് അതിനു പുറമെ ജീവനക്കാരുടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. ഈ കാര്യത്തില് ഒരു തരത്തിൽ നമുക്ക് യോജിക്കാവുന്ന ഒരു സംഗതിയായിട്ട് കാണുന്നില്ല എന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് ഇതിൽ പ്രതികരിക്കാനുള്ളത്. വിശദാംശങ്ങള് മനസ്സിലാക്കിയിട്ടില്ല ഞാന്. എങ്കിലും സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ഷേമ പെൻഷൻ അർഹരല്ല. അപ്പൊ അത് ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലെ സ്വാധീനമോ മറ്റേതെങ്കിലും ഇടപെടലിന്റെയോ ഭാഗമായിട്ടായിരിക്കാം അവർ ക്ഷേമ പെൻഷന്റെ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി മാറിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് മുളയിലെ നുള്ളിക്കളയേണ്ട ഒരു സംഗതിയാണ് എന്നാണ് പ്രാഥമികമായിട്ട് എനിക്ക് ഇതിൽ പ്രതികരിക്കാനുള്ളത്. നമ്മൾ ഏറ്റവും നമ്പർ 1 എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണല്ലോ, അങ്ങനെയാണല്ലോ നമ്മൾ വിശേഷിപ്പിക്കാറ്. ഇതിപ്പോ തട്ടിപ്പിലും നമ്പർ 1 എന്നല്ലേ? സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെ പെൻഷൻ വാങ്ങുന്നത് കണ്ടെത്താൻ വൈകുന്നു, അവരിങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അത് കണ്ടെത്തിയില്ലെങ്കിലും മറുവശത്ത് വാങ്ങുന്നതിൽ തടസ്സമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അത് ഈ പറയുന്ന കാര്യം ഞെട്ടിക്കുന്ന സംഗതി തന്നെയാണ്. അത് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത് തന്നെയാണ്. ഇത് മാത്രമല്ല, സർക്കാർ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇത് കൊടുത്തതാരാണ്, എങ്ങനെയാണ് സർക്കാർ പെൻഷൻ കിട്ടുന്ന ആളുകൾക്ക് ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരടക്കം റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവർ ഈ ക്ഷേമ പെൻഷന്റെ പദ്ധതിയിൽ എങ്ങനെ ഉൾപ്പെട്ടു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന സംഗതി. ആ കാര്യത്തില് ഏതെങ്കിലും തരത്തിലുള്ള സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഭരണകക്ഷത്തുള്ള ആളുകളുടെയോ ഇടപെടലില്ലാതെ ഉണ്ടാവാൻ വഴിയില്ല. കാരണം എത്രയോ സ്ക്രൂട്ടിനികൾക്ക് വിധേയമായിട്ടാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അതില് കടന്നുകൂടുന്നത്. മാത്രമല്ല, അർഹരായിട്ടുള്ള പലർക്കും ഈ ക്ഷേമ പെൻഷൻ നിഷേധിക്കുകയോ അല്ലെങ്കിൽ അത് കിട്ടാതിരിക്കുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ അനർഹരായിട്ടുള്ളത് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളെ കണ്ടെത്തുവാനാണ് സർക്കാർ പരിശ്രമിക്കുക. ശ്രീ ഗോപൻ, എൻ്റെ ഒരു സംശയമാണ്, മുൻപ് അങ്ങനെയായിരുന്നു, ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയില്ല. ഈ സഹകരണ സ്ഥാപനങ്ങൾ, സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ സമീപകാലത്ത്, അതിപ്പോഴും തുടരുന്നുണ്ടോ? അല്ല, അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്. വോട്ടർമാരെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ഗുണഭോക്താക്കൾക്ക് പാർട്ടിയുടെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മെമ്പർമാർ വഴി ഈ പെൻഷൻ എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് അത് ഭരണകക്ഷിക്ക് അനുകൂലമായിട്ട് അവരുടെ വോട്ടിനെ മാറ്റിയെടുക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു. പലയിടത്തും അത് സംഘർഷത്തിനിടയാക്കിയതെന്ന് കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടിട്ടുള്ളതാണ്. അതിപ്പോൾ തുടരുന്നില്ലല്ലോ അല്ലേ? ഇപ്പോൾ അത് തുടരുന്നില്ല എന്നാണ് എനിക്ക് അല്ല, ഇല്ലെങ്കിൽ ആ വഴിക്ക് നമ്മുടെ അന്വേഷണം പോകണമായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ ഈ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് കൊടുക്കുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ, അവരെന്തുകൊണ്ട് ചൂണ്ടിക്കാട്ടിയില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അല്ല, ഇത് മസ്റ്ററിംഗ് അടക്കം ഈ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിരവധി കടമ്പകളെ കടന്നിട്ടാണ് അവര് ഈ പെൻഷൻ ആനുകൂല്യം നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ അരിപ്പയിലൊന്നും പെടാതെ ഇത്രയും ആളുകൾ 1500ഓളം ആളുകള് അനർഹരായിട്ട് കടന്നുകൂടപ്പെട്ടു എന്ന് പറയുന്നത് അത് ഈ സംവിധാനങ്ങളുടെ പാളിച്ചയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ പാളിച്ച പരിശോധിക്കുകയാണ് വേണ്ടത്.
അപ്പോ അത് എവിടേക്കോ അതിനകത്ത് കുഴപ്പങ്ങളുണ്ട്. ആരൊക്കെയോ ഇതിന്റെ പിന്നിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ ബാഹ്യ ശക്തികളോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഭരണകക്ഷിയോട് താല്പര്യമുള്ള ആളുകളുടെ ഇടപെടലില്ലെങ്കിൽ ഇങ്ങനെ അനർഹര് കടന്നുകൂടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി ഗോപൻ, ഫെറ്റോ സംഘടനയുടെ പ്രതിനിധിയാണ് ഒപ്പം ചേർന്നത്. ടിൻഡു ദാസിലേക്ക് വീണ്ടും. ടിൻഡു, അതാണ് പ്രസക്തമായൊരു ചോദ്യം. പിന്നിലെന്ത്? എങ്ങനെ തുടർച്ചയായി സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലേക്ക് തന്നെ പെൻഷൻ പോകുന്നു? 1458 പേരുടെ കയ്യിലേക്ക് തുടരെ ഇങ്ങനെ പോകുന്നു. ഈ കൊടുക്കുന്ന ആളിന് കൃത്യമായിട്ടും ഇത് സർക്കാർ ഉദ്യോഗസ്ഥനാണോ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കുടുംബമാണോ എന്നൊക്കെ അറിയാൻ പറ്റും. ആ ഒരു ബന്ധം അവർ തമ്മിലുണ്ടാകും. പിന്നിലെന്ത്? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, അത്തരത്തിൽ ഈ പിന്നിലെന്ത് എന്നൊരു ചോദ്യം ഇത് അവസാനിക്കുന്നതാണ്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള സ്ക്രൂട്ടണിയൊക്കെ നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ അർഹരായവരെ കണ്ടെത്തുന്നത്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ടുള്ള കാര്യം, വരുമാന അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു കുടുംബത്തിലുള്ള ഒരാൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ സാധിക്കുള്ളൂ. ഞാനിപ്പോൾ ഏറ്റവും ഉദാഹരണമായിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് വിധവാ പെൻഷൻ കിട്ടുന്നുണ്ട്, അതേസമയം തന്നെ ആ ആൾക്ക് വാർദ്ധക്യ പെൻഷനും അദ്ദേഹം അല്ലെങ്കിൽ ആ ആള് അർഹരാണെങ്കിൽ അവർക്ക് അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു പെൻഷൻ മാത്രമേ സർക്കാർ കൊടുക്കുകയുള്ളൂ. അതും അവരുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ. വരുമാനം എന്ന് പറയുമ്പോൾ 2 ലക്ഷത്തിൽ പുറത്ത് കവിയാതെ പോകണം, അല്ലെങ്കിൽ പുറത്ത് വരരുത് എന്നാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളത്. ഒരു ഗസറ്റഡ് ഓഫീസർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനക്കാരനായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥന് അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ തുടങ്ങിയ കണക്കുകൾ എടുക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആ വ്യക്തിക്ക് വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ 2 ലക്ഷത്തിന് പുറത്ത് പോകാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സർക്കാരിന്റെ ചായ്വുള്ള ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ടുള്ള മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള കൃത്യവിലോപം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 1458 പേർക്കും ഇത്തരത്തിൽ പെൻഷൻ അല്ലെങ്കിൽ സാമൂഹ്യ ചെറിയ തുകയായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വരെ കട്ടെടുക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ തട്ടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഒരു വ്യക്തിയുടെ വരുമാനം, ആ വ്യക്തിയുടെ ജീവിത സാഹചര്യം, ആ വ്യക്തിക്ക് ആ കുടുംബത്തിൽ എത്ര വരുമാനം കിട്ടുന്നു, ഇതൊക്കെ ഈ കണക്കൊക്കെ എടുത്തുകൊണ്ട് ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നത്. എല്ലാ വർഷവും ഇത്തരത്തിൽ വരുമാനങ്ങൾ പരിശോധിക്കാനായിട്ടും ഇത്തരത്തിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ പരിശോധിക്കാനുമായിട്ട് അവരുടെ റേഷൻ കാർഡ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മസ്റ്ററിംഗ് നടത്താറുണ്ട്. ഈ മസ്റ്ററിംഗിൽ യോഗ്യരായിട്ടുള്ള ലിസ്റ്റിൽ പെടുന്ന ആൾക്കാർക്കാണ് ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകുന്നത്. ഈ നേരത്തെ കൃഷ്ണരാജ് അദ്ദേഹത്തിനോട് ചോദിച്ചതുപോലെ തന്നെ പല ഘട്ടങ്ങളിലായിട്ടാണ് പെൻഷൻ നൽകുന്നത്. ബാങ്ക് വഴി, അതോടൊപ്പം ആളുകളുടെ കയ്യിലെത്തിച്ചു കൊടുക്കുക, സഹകരണ സംഘങ്ങൾ വഴി. അപ്പോൾ വിവിധ ഘട്ടങ്ങളിലൂടെയൊക്കെ പെൻഷൻ വിതരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ക്രമക്കേടുകളൊന്നും വരരുത് എന്ന് കൃത്യമായിട്ടുള്ള രീതിയിലായിരിക്കണം ഒരുപക്ഷെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകേണ്ടത്. അവിടെ എല്ലാം പഴുതടച്ചുകൊണ്ട്, അവിടെ എല്ലാം തട്ടിപ്പ് നടത്തിക്കൊണ്ട് 1458 പേർക്ക്, അനർഹരായിട്ടുള്ള പേർക്ക്, അതും വരുമാനം ലഭിക്കുന്നവർക്ക്, കൃത്യമായ മാസ വരുമാനം ലഭിക്കുന്നവർക്ക്, സർക്കാരിന്റെ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നവരാണ് ഇത്തരത്തിൽ. BJP നേതാവ് PC ജോർജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. PC ജോർജ്, വാർത്ത അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗസറ്റഡ് ഓഫീസർമാരും പ്രൊഫസർമാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും അടക്കം 1458 പേർ സാമൂഹ്യനീതി പെൻഷൻ കൈപ്പറ്റുന്നു. അത് ധനവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് പ്രതികരണം? എന്താ പറയാൻ, ഇത് അത്ഭുതമൊന്നുമില്ല. കേരളത്തിൽ ഇത് കൂടുതൽ നടക്കും. കാരണം അതായത് അപ്പൻ മോശമാപ്പിന്റെ മക്കൾ നന്നാവൂ. ഇത് കേരളത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ അപജയമല്ലേ ഇത്? കഴിഞ്ഞ വർഷങ്ങളായിട്ട് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിക്കുക, രണ്ടും കാട്ടുകള്ളന്മാരാണ്. അതുകൊണ്ടായി നടക്കുന്നത്. അല്ലെങ്കിൽ നടക്കുക എവിടെങ്കിലും 1500 പേര് പെൻഷൻ അനധികൃതമായി മേടിക്കുക എന്ന് പറഞ്ഞ സാമൂഹ്യ പെൻഷൻ ആലോചിച്ച്, അതിന് ഏറ്റവും കൂടുതൽ എവിടെ നിന്ന് കണ്ടോ? ആരോഗ്യവകുപ്പിലാണ്. രണ്ടാമതാണ് ആരോഗ്യവകുപ്പ് കഴിഞ്ഞാണ് പിന്നെ വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ വരുന്നത്, ധനകാര്യ വകുപ്പിലൊക്കെ വരുന്നത്. അപ്പം കാട്ടുകള്ളന്മാര് എങ്ങനെ ആരോഗ്യവകുപ്പിന് ആരോഗ്യ എവിടെയെങ്കിലും ആശുപത്രി ഡോക്ടറുണ്ടോ? നേഴ്സുമാരുണ്ടോ? മരുന്നില്ലാത്ത ആശുപത്രികൾ. ഇത്രയും നാണം കെട്ട ഒരു സാഹചര്യം ഉണ്ടാകാനുണ്ടോ? അപ്പോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പറ്റി ഇതുപോലെ കള്ളയടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനത്തെ ഖജനാവിൽ പാവപ്പെട്ട ജനം കൊടുക്കുന്ന നികുതിപ്പണം
ഇതുപോലെ കൊള്ളയടിക്കാൻ അവസരം കൊണ്ടു കൊടുക്കുന്ന ഭരണാധികാരികൾ എവിടെ പോയി മറുപടി പറയും? ആ മറുപടി പറയണ്ടല്ലോ, ഞങ്ങൾ അവരുണ്ടായിട്ടെന്ന് പറഞ്ഞ് പോയാൽ പോരെ. ഇലക്ഷൻ വരുമ്പോൾ ഒരു കിറ്റ് കൊണ്ട് കൊടുക്കുക, ആ കിറ്റിന്റെ അടുത്താണ് വോട്ട് ചെയ്യുന്ന പാവപ്പെട്ട മഠയന്മാരായ എന്നെപ്പോലുള്ള കുറെ പൗരന്മാർ. അതാണ് ഇവിടുത്തെ അപകടം. ഈ അപകടം മാറാൻ നമ്മൾ ചിന്തിക്കുന്ന പൗരനുണ്ടാകണം. അടുത്ത തലമുറയെങ്കിലും ചിന്തിക്കണം, ഇത് ശരിയല്ല. കിറ്റ് ഒരു കിലോ അരി തന്നാൽ ഞാൻ വോട്ട് ചെയ്യുന്നുള്ള സ്വഭാവം കൈക്കൂലിയാവ്. ഒരിക്കലും കിറ്റ് മേടിക്കരുതെന്ന് തീരുമാനമെടുക്കണം. എന്നിട്ട് നിഷ്പക്ഷമായിട്ട് വോട്ട് ചെയ്യാനുള്ള മാനസികം ഉണ്ടാക്കണം. ഇവിടെ ഇപ്പോൾ എത്ര ലക്ഷം കോടി രൂപയുടെ കൊള്ളയാ നടന്നുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റിന്റെ. മന്ത്രിമാരുടെ കൊള്ള എത്രയാ? ഏതെങ്കിലും മന്ത്രിമാരെ മനുഷ്യനറിയുമോ? ആകെപ്പെട്ട രാജ്യം റവന്യൂ മന്ത്രി പറയും അയാൾ കക്കാലെന്നാ കേട്ടത്, ബാക്കി എല്ലാം കള്ളന്മാരാന്നാ കേട്ടത്. എന്ത് കഷ്ടകാലം! മുഖ്യമന്ത്രിയുടെ മുഴുവൻ കൊടുക്കുന്നത്, മുഖ്യമന്ത്രികളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ നന്നാക്കാനായത് ഏതായാലും വളരെ ഗതികെട്ട ഈ മേഖലയെ പോലും ഇത്രമാത്രം കൊള്ള നടക്കുന്നുവെന്ന് സമൂഹം അറിയുന്നു എന്ന് തന്നെ എത്രയോ അപമാനമാണ് കേരള സംസ്ഥാനത്തിന്. ലോകത്തിന് മുമ്പിൽ നമ്മൾ കേരളം മലയാളി എന്നതിൽ തലകുലിച്ച് വരുന്ന എൻ്റെ അഭിപ്രായം. പി സി ജോർജ്, വലിയ തുക മാസാമാസം പെൻഷൻ ശമ്പളമായി വാങ്ങുന്നവരാണ് ഇവരിൽ അധികം പേരും എന്നോർക്കണം. അവിടെയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി ഞങ്ങളുടെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് അവർ തീരുമാനിക്കുന്നത്. ഇതിൽ പാളിച്ച എവിടെയാകും? പാളിച്ച ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഭയമില്ല എന്നതാണ്. എന്നെ ഒന്നും ചെയ്യാനില്ല എന്ന ചിന്ത ഇവന്റെ മനസ്സിലൊക്കെ വളർത്തിക്കൊണ്ട് വന്നതിന് ഉത്തരവാദിത്വം ഭരണാധികാരികൾക്കാണ്. ഇത് ഒരു പൈസ ഇല്ലാതെ അവന്റെ കുടുംബം ജപ്തി ചെയ്ത് തിരിച്ചു പിടിക്കണം. പവറിന്റെ പണമായി ഇത് തിരിച്ചു പിടിക്കാനുള്ള നടപടി ശക്തമായിട്ട് ഉണ്ടാകണം. നോക്കിക്കോളൂ, ഉണ്ടാവും നോക്കാം. ഇല്ല ഗവൺമെന്റ് കോടതിയെ സമീപിക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഒരു വിട്ടുവീഴ്ചയില്ലാതെ ആരൊക്കെയാണ് പണം തട്ടിയെടുത്തെങ്കിൽ എസറ്റ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയല്ലേ, അതെല്ലാം തിരിച്ച് ഖജനാവിലേക്ക് വരുത്തണം. പാവപ്പെട്ട ജനങ്ങളുടെ അല്ല, അവിടെ തീരുമോ? അതിന് നടപടിയാകുന്നു എന്ന് കേൾക്കുന്നു. അതായത് പലിശ സഹിതം ആ പണം തിരിച്ചു വാങ്ങും എന്ന് ധനവകുപ്പ് പറയുന്നതായി മനസ്സിലാക്കുന്നു. പക്ഷെ അതിൽ തീരുമോ? ഇങ്ങനെ സാധാരണക്കാരെ പറ്റിച്ച്, പൊതുസമൂഹത്തെ പറ്റിച്ച്, ഒരു കണക്കിന് സർക്കാരിനെയും പറ്റിച്ച് ഇങ്ങനെ മാസാമാസം പെൻഷൻ പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, അവർക്കെതിരെ ഈ പലിശ സഹിതം പണം തിരിച്ചു പിടിച്ചാൽ മാത്രം മതിയോ? പണം തിരിച്ചു പിടിക്കുക ഫസ്റ്റ്. അതോടൊപ്പം സൈമൾട്ടേനിയസ് ആയിട്ട് ഇവന്മാർക്കെതിരെ ചീറ്റിങ്ങിന് കേസെടുക്കണം. ഗവൺമെന്റിനെ കളിപ്പിച്ചു, ജനങ്ങളെ കളിപ്പിച്ചു എന്നാൽ ചീറ്റിങ്ങിന് കേസെടുത്തതിനെ എല്ലാം പിടിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് എന്റെ അഭിപ്രായം. ഇവരെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യണം. കുറഞ്ഞത് വേറൊരു പെൻഷനെങ്കിലും കൊടുക്കണം. സസ്പെൻഷൻ എല്ലാം സസ്പെൻഡ് ചെയ്യണം. അതിന്റെ മര്യാദ എല്ലാ പെൻഷൻ എല്ലാം എടുക്കുന്ന സസ്പെൻഷൻ ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മുടെ തൂക്കടം കുറഞ്ഞോളും. ശരി, നന്ദി പി സി ജോർജ് പ്രതികരിച്ചതിന്. കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത. 1458 സർക്കാർ ജീവനക്കാർ സാമൂഹ്യ നീതി സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നു. അക്കൂട്ടത്തിൽ ഗസറ്റഡ് ഓഫീസേഴ്സ്, പ്രൊഫസർമാർ, പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെയും ഇത് വാങ്ങുന്നുണ്ട് എന്നോർക്കുമ്പോഴാണ് ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ എന്തും നടക്കും, എന്ത് തട്ടിപ്പും നടക്കും എന്നതിൻ്റെ മറ്റൊരു തെളിവായി ഇത് മാറുന്നു. ടിൻഡുദാസിലേക്ക് വീണ്ടും. ടിൻഡു, പറയൂ. തീർച്ചയായിട്ടും ഇവർക്ക് ഈ പണം പിടിച്ചെടുക്കുക അല്ലെങ്കിൽ ഈ പണം പലിശ സഹിതം പിടിച്ചെടുക്കുക മാത്രമാണോ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ സംസാരിക്കേണ്ടത്. തക്കതായിട്ടുള്ള ശിക്ഷ നൽകി തന്നെ മുന്നോട്ട് പോകണം. ഇവരെയൊക്കെ താൽക്കാലികമായിട്ടാണെങ്കിലും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഈ പണം പിടിച്ചെടുക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം എന്ന് നമുക്ക് പ്രത്യാശിക്കേണ്ടി വരും. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവരുടെ ഇത്രയും കാലം ഇത്തരത്തിൽ അനർഹമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ സർക്കാരിനെ വെട്ടിച്ചുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നേടിയ പണം അല്ലെങ്കിൽ അത്തരത്തിൽ കൈപ്പറ്റിയ പണം പലിശ സഹിതമായിട്ട് പിടിച്ചെടുക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പൈസ പിടിച്ചെടുക്കാൻ എത്ര കാലം എടുക്കും എന്നുള്ള കാര്യമാണ്. കാരണം അതിലൊക്കെ അവർക്ക് നൂലാമാലകൾ കണ്ടെത്താൻ സാധിക്കും. അതായത് എല്ലാ വകുപ്പുകളെയും പറ്റിച്ചുകൊണ്ട്, എല്ലാ ജനങ്ങളെയും പറ്റിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ പണം അവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇത്തരത്തിൽ തട്ടിയെടുക്കാൻ സാധിച്ചുവെങ്കിൽ ഈ പണം തിരിച്ചു കൊടുക്കാതിരിക്കാൻ
പിടിച്ചെടുക്കാനുള്ള വഴികളും കണ്ടെത്തി കാണും. കാരണം എന്തായാലും ഇതൊക്കെ പുറത്തറിയും, അല്ലെങ്കിൽ അപ്പോൾ അതിനുള്ള പരിഹാരവും കണ്ടെത്തിയിരിക്കണം. എന്തായാലും ഈ തുക അടിയന്തരമായി തന്നെ പിടിച്ചെടുക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരാധീനതയിൽ എന്താണെന്ന് ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും, ഒരു കൊച്ചുകുട്ടിക്ക് പോലും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കണമെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിന് കടമെടുക്കേണ്ട അവസ്ഥയാണ്. പെൻഷൻ കമ്പനി പൂട്ടിപ്പോയി, കിഫ്ബിന്ന് വരുമാനമില്ല. അപ്പൊ അത്തരത്തിൽ ധനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി സമയത്ത് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്ത് ഇത്തരത്തിൽ ഈ തുക പിടിച്ചെടുക്കാനുള്ള ഒരു മനസ്സ് സർക്കാർ അല്ലെങ്കിൽ ധനവകുപ്പ് കാണിക്കുമോ എന്നും കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള തെറ്റാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് ഇവർ എത്ര കാലം ഈ തുക ഇത്തരത്തിൽ കൈപ്പറ്റിയിട്ടുണ്ട് എന്നറിയണം. എല്ലാ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇവിടെ എന്തും നടക്കുമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ്, ശരിയാണ്. ഇനി ഇവരുടെ പേര് വിവരങ്ങൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ, ഇവർക്ക് പിന്നിലെ രാഷ്ട്രീയം ചികഞ്ഞു പോകുമ്പോൾ ഒരുപക്ഷെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കട്ടെ, ഇവർക്ക് പെൻഷൻ കൊടുക്കുക തന്നെ വേണം, സസ്പെൻഷൻ ആണെന്നു മാത്രം. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡുദാസ്.